എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവർക്കും ഒരു സുദിനം നേരുന്നു ടീച്ചർ. പൊന്നോണത്തെ വരവേൽക്കാനായിട്ട് ഓരോ പൊൻപുലരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ചിങ്ങൻ 2. ശക്തമായി മഴ പെയ്യുന്നു. ഓണമാകുമ്പോഴത്തേക്ക് മഴ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പഞ്ഞം കർക്കിടകത്തിലെ ദുരിതങ്ങളെല്ലാം മാറി പഴയ കാലത്തെ പോലുള്ള ദുരിതങ്ങളൊന്നും ഇല്ലിപ്പോൾ. പണ്ട് പട്ടിണിയുടെ മാസമല്ലേ കർക്കിടക മാസം, ഇപ്പോൾ അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് തരുന്ന ഈശ്വരനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പല ചിന്തകളോടും പല ആഗ്രഹങ്ങളോടും പല തീരുമാനങ്ങളോടും കൂടിയല്ലേ കിടക്കുന്നത്. പക്ഷേ ഇന്ന് ഉണരുമോ എന്നുള്ളതിന് പോലും ഒരു ഉറപ്പുമില്ല നമുക്കല്ലേ. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. എല്ലാത്തിനും നമുക്ക് വന്നു ചേരുന്ന ദുരനുഭവങ്ങൾക്കും നല്ല അനുഭവങ്ങൾക്കൊക്കെ കാരണഭൂതമായ ഈശ്വരനെ ധ്യാനിക്കുക എന്നുള്ളത് എല്ലാവരിലും വന്നു ചേരേണ്ട ഒരാവശ്യമാണ്. ഈശ്വരവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്നവർ പോലും ഒരു ആപത്ത് വരുമ്പോൾ അറിയാതെ ഉള്ളിൽ നിന്ന് ഈശ്വര എന്ന് വിളിക്കുന്നു. അത് നമ്മൾ കാലാകാലമായിട്ട് പുലർത്തി വരുന്ന നമ്മുടെ ഒരു രീതിയാണ്, ഒരു സങ്കല്പമാണ്. നമ്മൾ എന്ത് വന്നു ചേരുമ്പോഴും നമ്മുടെ കർമ്മഫലമാണെന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് നല്ല അനുഭവം വരുമ്പോഴും ദുരനുഭവം വരുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം നേടിത്തരുന്നത് നല്ല ചിന്തകളാണ്, നല്ല വിചാരങ്ങളാണ്, നല്ല കരുതലുകളും കൊടുക്കൽ വാങ്ങലുകളുമാണ്. പാവപ്പെട്ടവരെ ഒരു ചെറിയൊരു കൈസഹായം ചെയ്ത് അവരെയും ഒന്ന് തളർന്നു വീഴുന്നവരെ ഉയർത്താനുള്ള ഒരു ശ്രമം അത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ദൈവ ചൈതന്യം കൊണ്ടാണ്, നമ്മളിലുള്ള ദൈവ ചൈതന്യം കൊണ്ടാണ്. ഓരോ പ്രഭാതവും നമുക്ക് കിട്ടുന്നത് ഈശ്വരൻ്റെ കടാക്ഷമാണ്. ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണരുമെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? ഒരു ഉറപ്പുമില്ലാത്ത ഈ ജീവിതത്തിൽ ഈശ്വര ചിന്തയിൽ കവിഞ്ഞൊന്നുമില്ല. ഈ പ്രഭാതത്തിൽ നമുക്ക് 4 നാമം ജപിക്കാം അല്ലേ. രാമ 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 പാഹി മാം, രാമം പാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമനാമം ജപം സന്ധ്യാനാമത്തെ പോലെ തന്നെ രാവിലെയും ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഈശ്വരനെ ഏത് സമയത്തും ഭജിക്കുന്നതിനും അതിന് കാലങ്ങളൊന്നുമില്ല. ഒരു ദിവസം നമ്മൾ 101 പ്രാവശ്യം ഓം നമഃശിവായ ജപിച്ചാൽ അതിൻ്റെ പുണ്യമൊന്ന് വേറെ തന്നെയാണ്, അതിൻ്റെ ചൈതന്യം ഒന്ന് വേറെ തന്നെയാണ്. കാലാധിപത്യമാണല്ലോ പരമശിവൻ. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ദൈവങ്ങൾ സാക്ഷാൽ നമ്മുടെ കള്ളകൃഷ്ണൻ, നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ്, ആഞ്ജനേയസ്വാമി, പരമശിവൻ. ഇത് 3 ജപിക്കാത്ത ദിവസങ്ങളില്ല. മണ്ഡലക്കാലമായ പിന്നെ അയ്യപ്പൻ്റെ സ്തുതികളോടുകൂടിയാണല്ലോ നമ്മളുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഓരോ പ്രഭാതവും. അപ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ, ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഇന്നത്തെ സുപ്രഭാതം ഇങ്ങനെയാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖവും സമാധാനവും ദീർഘായുസ്സും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ.
താങ്ക് യു സോ മച്ച്.